വരുന്നവരെല്ലാം വി എസിനെ അനുസ്മരിക്കുകയാണ്. പകരം വെക്കാനില്ലാത്ത നേതാവെന്ന് പറയുന്നു എല്ലാവരും. പകരം വെക്കാൻ ആളില്ല. നിഷാദ് റാവുത്തറുണ്ട് ദർബാർ ഹാളിൽ നിന്ന്. നിഷാദ്, അണമുറിയാത്ത ജനപ്രവാഹമാണോ ദർബാർ ഹാളിലേക്ക്? വലിയ തോതിലുള്ള ആൾക്കൂട്ടം വി എസ് അച്യുതാനന്ദൻ അവസാനമായി കാണാൻ അദ്ദേഹത്തെ താങ്ക് ചെയ്യാൻ നന്ദി പറയാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വി എസ് അച്യുതാനന്ദൻ ഏതൊക്കെ തലയ്ക്കാണ് മലയാളിയുടെ ദൈനംദിന ജീവിതത്തെ സ്പർശിച്ച് കടന്നു പോകുന്നത് എന്നതിനെ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ദർബാർ ഹാളിലാണ് തിരുവനന്തപുരത്തെ അവസാനത്തെ പൊതുദർശനം. അത് 2 മണി വരെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ നൂറുകണക്കിന് ആളുകളുടെ കാത്തിരിക്കുന്നു. 9 മണിക്ക് പൊതുദർശനത്തിന്റെ സമയം പ്രഖ്യാപിച്ചതിന്റെ മുമ്പ് തന്നെയും വലിയ ആൾക്കൂട്ടം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് അകത്തേക്കുള്ള പ്രവേശനം അനുവദിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ വരിയിൽ നിൽക്കുന്നു. വലിയ വിലാപങ്ങളുമായി പോലും വി എസിനോട് അവസാനത്തെ യാത്രാവാചകം ചൊല്ലാൻ കടന്നു വരുന്ന ആളുകളെ നാം ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ വിഭാഗം മനുഷ്യർക്കും കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തന സംസ്കാരത്തിലൂടെ കടന്നുപോയ ഒരു നേതാവ് എന്ന സവിശേഷത നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് എന്നറിയാം. ഏതെങ്കിലും നിലയ്ക്ക് സ്വന്തമായി ജീവിതത്തെ സ്പർശിച്ചു പോയവർ, ഐഡിയോളജിയോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പോപ്പുലർ ആയിരുന്ന ഒരാൾ, ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഉണ്ടായിരുന്ന നേതാവ് നിലയ്ക്കൊക്കെ അദ്ദേഹത്തെ കാണുന്ന ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള സവിശേഷതകളുടെ പേരിൽ വി എസിനോട് സ്നേഹവും ബഹുമാനവും ഇഷ്ടവും കരുതലുമൊക്കെയുള്ള നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് കടന്നു വരുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പോൾ BJP-യുടെ ലീഡേഴ്സ് കുറേ ആളുകൾ, രാജീവ് ചന്ദ്രശേഖറും കുമ്മൻ രാജശേഖരനും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള ആളുകൾ, സാധാരണ ജനങ്ങൾ, വലിയ ജനക്കൂട്ടം വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, യാത്രാമൊഴി ചൊല്ലാൻ ഇവിടേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. വി എസ് കേരളത്തിൽ കൊണ്ട് വി എസിനെ മറന്നു പോയിട്ടില്ല എന്ന് ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ദർബാർ ഹാളിലെത്തി വി എസ് അച്യുതാനന്ദൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. നിരവധി പ്രമുഖ നേതാക്കൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരൊക്കെ ദർബാർ ഹാളിലേക്ക് വി എസ് അച്യുതാനന്ദൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അണമുറിയാത്തൊരു ജനപ്രവാഹം തന്നെയാണ് ദർബാർ ഹാളിലേക്കുള്ളത്. മുഖ്യമന്ത്രിയും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും MA ബേബിയും അടക്കമുള്ള പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ദർബാർ ഹാളിൽ ഉണ്ട്. വലിയ ഒരു യാത്രയായി ഇപ്പോൾ വി എസിന് ഒരുക്കുകയാണ് കേരളം. അതിന് സാധാരണക്കാരായ ആൾ മുതൽ രാഷ്ട്രീയ നേതാക്കളടക്കം മറ്റ് പ്രമുഖ ആളുകളടക്കം അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് ഈ അവസരത്തിൽ കാണുന്നത്. അനേകം സമരങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ കൊണ്ട് ഒരു ജനകീയ രാഷ്ട്രീയത്തിൻ്റെ അടയാളമായി മാറിയ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് വിട നൽകുകയാണ്. അദ്ദേഹത്തിന് ഉചിതമായ രീതിയിൽ യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. ദർബാർ ഹാളിൽ നിന്ന് 2 മണിയോടുകൂടി ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സമയങ്ങളൊക്കെ മാറിയേക്കാം. കാരണം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ പ്രിയ വി എസിനെ കാണേണ്ടതുണ്ട്, അന്തിമാഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറിയെന്ന് വരാം. 2 മണിയോടെ കൂടെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ 2 മണിയാണ് നിശ്ചയിച്ചിരിക്കുന്ന സമയം. നിഷാദ് റാവുത്തർ തുടരുന്നുണ്ട്. നിഷാദ്, അണമുറിയാത്തൊരു ജനപ്രവാഹത്തിന് സാക്ഷിയാവുകയാണ് ദർബാർ ഹാൾ. 2 മണിക്കാണ് ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. ആ സമയത്ത് തന്നെ നിലവിൽ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് പറയാനാകില്ല. എങ്കിലും അണമുറിയാത്തൊരു ജനപ്രവാഹം ഒരുപക്ഷെ ഈ സമയത്തിനെയും ഒക്കെ മാറ്റിമറിച്ചേക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എങ്ങനെയാണ് അവിടെയുള്ള ആളുകളുടെ പ്രതികരണം? കണ്ണീരോടെ പലരും മടങ്ങുന്നതും കാണാം. എന്തൊക്കെ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാനാകും നിഷാദ്? എങ്ങനെയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു, ഒരു വളരെ സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, ഒരു ജനകീയ ഒരു ലീഡറായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നും പറയുന്നു, ഞാൻ കാണുന്നത് ഒരു ലാസ്റ്റ് ഓഫ് എ ജനറേഷൻ, ഒരു സ്റ്റേറ്റ്സ്മാൻ പൊളിറ്റിക്സിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ജനറേഷൻ ഒരു ലീഡറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് മകനെ കണ്ടായിരുന്നു. കുറച്ചു കാലമായിട്ട് സുഖമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ
ഞാൻ എൻ്റെ ഒരു ഓൺട്രപ്രണറിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിനെ കണ്ട് മുട്ടിയായിരുന്നു. വളരെ ഞാൻ അന്ന് കണ്ടപ്പോൾ ഒരു ഇൻസ്പയറിംഗ് ലീഡറായിട്ട് അന്ന് കണ്ടു, ഇന്ന് കാണുന്നു. ഇതെല്ലാം കേരളത്തിനൊരു വലിയൊരു ലോസാണ്, രാഷ്ട്രത്തിന് വലിയൊരു ലോസാണെന്ന് ഞാൻ പറഞ്ഞു. സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്. അപ്പോൾ കേരളത്തിൻ്റെ നഷ്ടം എന്തുമാത്രം വലുതാണെന്ന് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഈ കാത്തിരിക്കുന്ന വലിയ ജനസഞ്ചയം കേരളത്തിലെ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ സ്പർശിച്ചേ കടന്നുപോയ ഒരു നേതാവ് എന്ന സവിശേഷത അദ്ദേഹത്തിന് നിശ്ചയമായി ഉണ്ട് എന്ന് കണ്ടൊരു ക്യാമറ. ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ലെജൻഡറി ലീഡർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സത്യത്തിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മിസ് ചെയ്യുന്ന എന്തിനാണ്?